ഈ വീഡിയോ കാണുന്നതില് ട്രേഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക കേട്ടോ. കാരണം മാർക്കറ്റിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരു ദിവസം മാർക്കറ്റ് അവസാനിക്കുമല്ലോ. നമുക്കിപ്പോ നമ്മുടെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ രാവിലെ 9:15 ഓപ്പൺ ചെയ്ത് വൈകിട്ട് 3:30 അവസാനിക്കുന്നുണ്ട് അല്ലെ. ഈ അവസാനിക്കുന്ന അരമണിക്കൂർ നല്ല വൃത്തിയായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരുപാട് ഡേറ്റയുണ്ട്. അവസാനത്തെ അരമണിക്കൂറിൽ നമ്മൾ ശ്രദ്ധിച്ചു കാണില്ല. നമ്മുടെ മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയ, അവരെന്താണ് മാർക്കറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർ മാർക്കറ്റിലുള്ള വ്യൂ എന്താണ് എന്നൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു വലിയ ഡേറ്റ അവസാനത്തെ അരമണിക്കൂറിൽ നമ്മുടെ മാർക്കറ്റ് വരുന്നുണ്ട്. ഇത് പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ദയവ് ചെയ്ത് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസോ ചാർട്ട് പാറ്റേൺസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കുക. അതൊക്കെ പിന്നെ പഠിക്കുക. ആദ്യമേ മാർക്കറ്റിനെ റണ്ണ് ചെയ്യിപ്പിക്കുന്ന ഈ ബിഗ് പ്ലേയേഴ്സ് എങ്ങനെയാണെന്നും അവരെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവരുടെ പിന്നിലെ കാര്യങ്ങളും, അതായത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ടോ. അപ്പോൾ അവരെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബാക്കി എല്ലാം പിന്നെ. അവരാ മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്നത് അവരാണ്, നമ്മളല്ല. അല്ലെ ക്യാൻഡിൽ സ്റ്റിക്സ് അല്ല അവര് പമ്പ് ചെയ്യുന്ന പണത്തിന്റെ റിസൾട്ടുകൾ മാത്രമാണ്. അല്ലാതെ ഒന്നും, ഞാൻ പറയുന്നത് ലോജിക്കലി ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു അരമണിക്കൂറിലെ ഡേറ്റ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ആ ഒരു ബിഗ് പ്ലേയേഴ്സിനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വീഡിയോയില് അരമണിക്കൂർ വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അരമണിക്കൂർ ലാസ്റ്റ് ഒരു മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂർ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, അരമണിക്കൂർ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ എടുത്തേക്കുന്ന നിഫ്റ്റിയുടെ ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു അരമണിക്കൂർ ഒരു 0.2%-നുള്ളിലായിരിക്കണം. 0.2%. ഞാൻ അതൊന്ന് ഇവിടെ ഒന്ന് കാണിക്കാം. ഒരു സെക്കൻഡ്. പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂള് നമുക്ക് നമ്മുടെ ബ്രോക്കേഴ്സിലും ട്രേഡിംഗ് വ്യൂലൊക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അളന്ന് നോക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അവസാനത്തെ ഒരു അരമണിക്കൂർ 0.29 ഉണ്ട് അല്ലെ. ഇവിടെ 0.29 ഉണ്ട്. 0.2% അല്ല. ചില ദിവസങ്ങളിൽ ഇത് 0.2%-ന് താഴെ വരും. അതായത് ഇതേപോലെ 0.20, 0.17 ഇങ്ങനെ വരും. ഓക്കെ, ചില ദിവസങ്ങളിൽ 0.3 വരും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അവസാനത്തെ അരമണിക്കൂർ 0.2%-ഓ അതിന് ബിലോയോ നിൽക്കണം. അതായത് ഒന്നുകൂടെ പറയാം. അടുത്തൊരു ദിവസം എടുക്കാം. ഈ ഒരു ഡേ നോക്കി. ഇതില് അവസാനത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത് 3 മണിയുടെ ക്യാൻഡിൽ ഇതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചു കേൾക്കാം. അവസാനത്തെ അരമണിക്കൂറാണ്. ഇതാണ് 3 മണിയുടെ ക്യാൻഡിൽ. എല്ലാവർക്കും കാണാൻ വരുന്നു. 3 മണി 3 PM ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഈ 3 PM ക്യാൻഡിൽ മുതൽ മാർക്കറ്റ് അവസാനിക്കുന്നവരെ ഇതിന്റെ ഹൈയും ലോയും നോക്കുമ്പോൾ 3 PM മുതൽ 3:30 വരെയുള്ള അവിടുത്തെ ക്യാൻഡിൽ പാറ്റേൺസിനൊന്നും ഒരു പ്രാധാന്യം, അതൊന്നും നോക്കണ്ട. ആ ഒരു റേഞ്ച് മാത്രം നോക്കുക. അല്ലാതെ അതിനകത്ത് വരുന്ന ക്യാൻഡിൽ ഏത് ടൈപ്പാണ്, അതിനകത്ത് വരുന്ന പാറ്റേൺ എന്തുണ്ട്, അതൊന്നും നോക്കണ്ട. അതിന് ഒരു പ്രാധാന്യവും ഇല്ല. നമ്മൾ നോക്കേണ്ടത് ആ റേഞ്ച് നോക്കുക. ആ റേഞ്ച് എത്രയുണ്ട്. പ്രൈസ് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ബ്രോക്കേഴ്സിലും ഇങ്ങനെ ഒരു ടൂൾ കിട്ടും. പ്രൈസ് റേഞ്ച് എന്നാണ് പേര്. ഇത് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, 0.22%, വിച്ച് ഈസ് ഫൈൻ. 0.22%, അതായത് 0.2-ന് സ്ലൈറ്റ്ലി അബവ്, അത് പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റേഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം നമ്മുടെ ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു മാർക്കറ്റ് ഒന്ന് നോക്കി. മാർക്കറ്റിന്റെ തുടക്കം കണ്ടോ, മിക്കവാറും സമയങ്ങളിൽ മാർക്കറ്റിന്റെ തുടക്കം ഇതേപോലെ വലിയ മൂവുകളായിരിക്കും. വളരെ ചുരുക്കം സമയത്തേ ഉള്ളൂ മാർക്കറ്റ് സൈലന്റ് ആയിട്ട് തുടങ്ങുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഇതേപോലെ വലിയ തുടക്കങ്ങൾ വരും. അതിന് കാരണം മാർക്കറ്റിന്റെ തുടക്കം ഒരു ഇംബാലൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അതായത് ബിഗ് പ്ലേയേഴ്സ് തന്നെ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. അല്ലാതെ എല്ലാ ബിഗ് പ്ലേയേഴ്സും ബയേഴ്സും എല്ലാ ബിഗ് പ്ലേയേഴ്സും സെല്ലേഴ്സും അല്ല. അവരിൽ തന്നെ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. ഇവർ എഗ്രിമെന്റിൽ എത്താത്ത ഏരിയയാണ് തുടക്കം. ഒന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കിയേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ്
അവർ പൊസിഷൻ ഒന്നും ബിൽഡ് ചെയ്യുന്നില്ല. ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് അവർ ഒരുപാട് പൊസിഷൻ എടുക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റിന് മുൻപ് പൊസിഷൻ എടുക്കാനുള്ള ചെറിയ ചാൻസസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഭൂരിഭാഗം പൊസിഷൻ ആഡ് ചെയ്യപ്പെടുന്നത് ഇതിന് ശേഷമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഭൂരിഭാഗം പൊസിഷൻസ് ആഡ് ചെയ്യുന്നതും ഇതിന് ശേഷമാണ്. അപ്പോ മാർക്കറ്റിന്റെ തുടക്കത്തിലാണ് ഭൂരിഭാഗം പൊസിഷൻസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് മാർക്കറ്റ് ഒരു ഇംബാലൻസ് സ്റ്റേറ്റിലായിരിക്കും. അതായത് മാർക്കറ്റിൽ ഒരു ബഹളം നടക്കുന്ന അവസ്ഥയാണ് മാർക്കറ്റിന്റെ തുടക്കം എന്ന് പറയുന്നത്. തുടക്കം ബഹളം നടക്കുന്ന അവസ്ഥയാണ്, ബാലൻസ് ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ ഈ ഒരു ദിവസം മൊത്തം, ഈ ഒരു കംപ്ലീറ്റ് ഡേ മൊത്തം ഈ ബിഗ് പ്ലേയേഴ്സിലുള്ള ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിനെ കൺട്രോൾ ചെയ്ത് അവരിൽ ഒരാൾ ഡോമിനേറ്റ് ചെയ്യും ചില ദിവസങ്ങളിൽ. ഇപ്പൊ ഇവിടെ സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് പോയത്. ഇവർ അവസാനത്തെ ഒരു അരമണിക്കൂറിലെ ഒരു എഗ്രിമെന്റിൽ എത്തും. എല്ലാ ദിവസവും എത്തൂല, അതാണ് ഹൈലൈറ്റ്. എല്ലാ ദിവസവും ഒരു എഗ്രിമെന്റിൽ എത്തൂല. ചില ദിവസങ്ങളിൽ ഇത് ഇതേപോലത്തെ വലിയ അരമണിക്കൂർ വരും. ലാസ്റ്റ് അരമണിക്കൂർ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലത്തെ വലിയ റേഞ്ചുകൾ വരും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊരു നല്ല എഗ്രിമെന്റിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്യണ്ട. അവസാനത്തെ അരമണിക്കൂർ ഇതുപോലത്തെ ഒരു ഹ്യൂജ് റേഞ്ച് ആണെങ്കിൽ നമ്മളത് മാർക്ക് ചെയ്യണ്ട. പക്ഷെ എപ്പോഴാ മാർക്ക് ചെയ്യണ്ടേ? ഇതേപോലെ 0.2% ഓർ ബിലോ ഒരു ഐഡിയ കിട്ടാനാണ് ഞാൻ നമ്പർ സഹിതം പറയുന്നത് കേട്ടോ. കാരണം തെറ്റിപ്പോവാതിരിക്കാൻ. പലർക്കും ഞാൻ ഒരു ചെറിയ റേഞ്ച് എന്ന് പറയുമ്പോൾ ആ ചെറുത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഡൗട്ട് വരാം. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 0.2%. 0.21 or 2 ആയെന്ന് വെച്ച് പ്രശ്നമില്ല. ഏകദേശം 0.2% ഓർ ബിലോ ഈ റേഞ്ചിനുള്ളിൽ ക്ലോസ് ആയ അതിനർത്ഥം ആ ലെവലിലുള്ള ആ ഒരു ദിവസത്തെ മാർക്കറ്റിനെ മൊത്തം കൺട്രോൾ ചെയ്യുക ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. അവരൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് മാർക്കറ്റിനെ അവസാനിപ്പിച്ചത്. ഈ ബാലൻസ്ഡ് സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് കാര്യം 0.2 എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 0.2 ഓർ ബിലോ ആണ് ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി. ഇനി രണ്ടാമത് കുറച്ചുകൂടെ ഒരു ബഹളം നടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. 0.3 വിച്ച് ഈസ് ആൾസോ ഫൈൻ. 0.3യും വലിയ പ്രശ്നമില്ലാത്തതാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും നമ്മൾ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് 0.2ന് ബിലോ നിൽക്കുന്ന ടൈപ്പ് ക്ലോസിംഗ് ആണ്. എന്നാൽ അതിനുശേഷം നമുക്ക് വേണ്ടത് 0.3ക്ക് ബിലോ ആയാലും നമുക്ക് കൺസിഡർ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ അവിടെ പ്രോബിലിറ്റി കുറവായിരിക്കും. 0.2 ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ പോട്ടെ, നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്യാം. ഈ ദിവസമൊക്കെ ഒന്ന് നോക്കാം, എല്ലാം നോക്കാം. നമുക്ക് ഇവിടെ നോക്കി, ഈ ക്ലോസ് ഒന്ന് നോക്കി. ഈ ക്ലോസിൽ 3 മണി, ഞാനത് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ആദ്യമേ 3 മണിയുടെ ക്യാൻഡിൽ നോക്കുകയാണ്. ഇതാണ് 3 മണിയുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതാണ് 3 PM ക്യാൻഡിൽ. 3 PM മുതൽ ഈ മാർക്കറ്റ് അവസാനിക്കുന്നവരെ ഞാൻ മാർക്ക് ചെയ്തേക്കാണ്. ഇതേപോലെ മാർക്ക് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ ജസ്റ്റ് അളന്ന് നോക്കുകയാണ്. അതായത് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഇതേപോലെ ഇത് അളന്ന് നോക്കുകയാണ്. അളന്ന് നോക്കുമ്പോൾ 0.22% വിച്ച് ഇസ് ഫൈൻ. ഓക്കെ, 0.22%. മാർക്കറ്റ് ഇപ്പൊ ഈ ലെവലിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, ഈ റേഞ്ചിലേക്ക് വന്നിട്ടില്ല. വരുന്ന ദിവസങ്ങളുണ്ട്, അതാ നമ്മൾ എടുക്കേണ്ട. അപ്പൊ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, കൺസിഡർ ചെയ്യാവുന്ന ഒരു സോണാണെന്ന് മനസ്സിലാക്കാം. അപ്പോ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ എടുക്കാം. ഈ ലെവൽ നോക്കി, ഇവിടെ എത്രയാണ് വരുന്നത്? ഇത് 0. എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് 3 മണിയുടെ ക്യാൻഡില്. 3 മണി മുതൽ 0.19 ആണ് ഇതുള്ളത്. 0.2ന് ബിലോ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ലെവല് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. നോക്കി, മാർക്കറ്റ് അതിന് എക്സാക്ട് ആ ലെവലിൽ വന്നിട്ടില്ല. അതിന് തൊട്ട് മുമ്പ് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് നമുക്ക് കാണാം. റിവേഴ്സ് ആയി പോണത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഞാനൊന്ന് മാറ്റട്ടെ. ഓക്കെ, റിവേഴ്സ് ആയി പോണത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ, ആ ലെവലിലേക്ക് വരുമ്പോൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ടൂള്, എല്ലാ ടൂളും കൂടെ അല്ല. ഇത് ഞാൻ പല ടൂൾസ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന മറ്റ് 1-2 ടൂൾസുകൾ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാം. ഞാൻ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ അധികം വരുന്ന കണ്ടന്റുകൾ അതിനകത്തുണ്ട്. അത് താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കാം. അപ്പൊ ഇപ്പോ ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക, ഉപകാരപ്പെടും, ഒരു സംശയമില്ല. ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇനി അടുത്തതായിട്ട് ഇവിടെ ഒന്ന് നോക്കി, അടുത്ത ദിവസം ഒന്ന് നോക്കി. ഈ മാർക്കറ്റ് അവസാനിച്ചേക്കുന്ന എത്ര ലെവൽ വെച്ചിട്ടാണ്? ഇത് 3 മണിയുടെ ക്യാൻഡിലാണ്. 3 മണി മുതൽ 3:30 വരെയുള്ള ഈ റേഞ്ച് മാർക്ക് ചെയ്യുക.
മാർക്ക് ചെയ്തതിന് ശേഷം മനസ്സിലാക്കേണ്ടത് അതിന്റെ ആ ഒരു പേഴ്സൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സൻറ്റേജ് അളന്ന് നോക്കണം. പേഴ്സൻറ്റേജ് നോക്കുന്ന സമയത്ത് 0.28, അതായത് 0.3യുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, 0.3 കുറച്ചുകൂടെ റിസ്കി ആണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ എന്നാലും പരിഗണിക്കാം. 0.3 എബവ് ഒരിക്കലും പരിഗണിക്കരുത്. 0.3ക്ക് എബവ് ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് പരിഗണിക്കാൻ പാടില്ല. അത് പരിഗണിക്കാൻ പാടില്ല, അത് പ്രത്യേകം മനസ്സിലാക്കാം. 0.3ക്ക് എബവ് പരിഗണിക്കാൻ പാടില്ല. 0.2 ആണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് എന്ത് മനോഹരമായിട്ട് മാർക്ക് എല്ലാ ഒരു ലെവൽ വർക്ക് ചെയ്യുന്നത് കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കണ്ടോ. ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് ഡേ ഈ ക്ലോസിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല, എന്നാലും നമുക്കത് ചെക്ക് ചെയ്യാലോ. അവിടുത്തെ ക്ലോസ് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ക്ലോസ് ആയിരുന്നു എന്ന് ചെക്ക് ചെയ്യാലോ. ഈ ഒരു ക്ലോസ് നോക്കിക്കഴിഞ്ഞാല് 3 മണിയുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 3 മണി, സോറി ഇതാണ്. ഇത് മുതൽ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്യണം, ഇതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ആ മാർക്കറ്റ് ആ ഒരു ദിവസം മാർക്കറ്റ് അവിടേക്ക് വന്നിട്ടില്ല. ഓർക്കുക, ഇതൊരു എൻട്രി എടുക്കുന്ന മെത്തേഡ് അല്ല. എൻട്രി എടുക്കാൻ നമുക്കൊരു ട്രേഡിംഗ് സിസ്റ്റം ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ടൂൾ ഉപയോഗിക്കും, അതുപോലെ ബിഗ് പ്ലേസിന്റെ മറ്റ് ഡേറ്റ ഉപയോഗിക്കും. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി എടുക്കുന്നത്. ഈ ഒരു ഡേറ്റ മാത്രം വെച്ചിട്ടല്ല എൻട്രി എടുക്കുന്നത്, ഇത് മാത്രം വെച്ചിട്ടല്ല. ആൾറെഡി ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉള്ളവര് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. അതല്ലാതെ ഇപ്പൊ എന്റെ ട്രേഡിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ചെക്ക് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നിഫ്റ്റിയിലെ കേസായി പറയുന്നത്, നിഫ്റ്റിയിലെ ഇൻഡെക്സിന്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത ദിവസം ഇതിൽ ഒരു മിസ്റ്റേക്ക് വരാൻ, പലരും ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാല് 3 മണിയുടെ ക്യാൻഡിൽ മുതൽ 3 മണി മുതൽ ഈ ഒരു റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാണ്. അപ്പൊ ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് നമ്മൾ ഇത് അളന്ന് നോക്കി തന്നെ ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു റേഞ്ച് അളന്ന് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു മിസ്റ്റേക്ക് വരാം. ഇവിടെ ഇപ്പൊ 0.24 പലരും ജസ്റ്റ് റാൻഡം ആയിട്ട് ചെയ്യും. റാൻഡം ആയിട്ട് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ സ്ലൈറ്റ്ലി ഹയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ കാരണം പലർക്കും ഇത് അളന്ന് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ അളന്ന് നോക്കുന്നത്. അങ്ങനെ വിചാരിക്കരുത്, ജസ്റ്റ് കറക്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് പ്രോപ്പർ ലെവൽ കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ക്യാൻഡിൽ വൈസ് ക്യാൻഡിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന റേഞ്ച് കാണാം. 3 മണി മുതൽ 3:30 വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ലെവൽ വർക്ക് ചെയ്യുന്നത് നോക്കിയേ മാർക്കറ്റില് കണ്ടോ. ആ ഒരു റേഞ്ചിന് അവിടെ നിന്ന് സെല്ലിംഗ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് അതിന് ബിലോ വരുമ്പോൾ സെല്ലിംഗ് വരുന്നത് കാണാൻ സാധിക്കും. അടുത്ത ദിവസം എടുത്തേ, നെക്സ്റ്റ് ഡേയിൽ ഈ ഒരു ലാസ്റ്റ് കൺസോളിഡേഷൻ കണ്ടോ, ഈ ഒരു കൺസോളിഡേഷൻ കണ്ടോ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് കണ്ടോ, മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന കാണാൻ പറ്റും. ആ ഒരു ലെവൽ നോക്കി, ആ ലെവൽ എത്രയാണ് ഇത്. പക്ഷെ ഇത് നമുക്ക് 0.2 അല്ല, ഇത് 0.2ന് എബവ് ഉണ്ട്. 0.3നും എബവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 0.3ക്ക് ഇല്ല, ഇറ്റ് ഈസ് ഫൈൻ. 0.22 സ്ലൈറ്റ്ലി എബവ് ഉള്ളു. 0.2 ബിലോ ആണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇവിടെ 0.23 ആണ്, പ്രശ്നമില്ല. നമ്മളെ സെക്കൻഡ് കാറ്റഗറിയിൽ നമുക്ക് പരിഗണിക്കാം. അത് വർക്ക് ചെയ്യുന്നതാണോ. അപ്പൊ ഇതുപോലുള്ള ലെവൽസ് ഉണ്ട് മാർക്കറ്റില്, ഇത്തരം ലെവൽസ് മാർക്കറ്റിൽ ഉണ്ടെന്നും അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാനും പഠിച്ചിരിക്കണം. മാർക്ക് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇവിടുത്തെ ലാസ്റ്റത്തെ അരമണിക്കൂറത്തെ ലെവലാണ് ഇത് കാണിക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി താഴേക്ക് വന്ന് ഇവിടെ നോക്കി കറക്റ്റ് ആ ഒരു പോയിന്റ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ടോ, അത്ര ലെവൽസ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്ത്, ഇപ്പൊ ഞാൻ ഇതൊരു സീരീസ് ആണ് ഓർക്കുക. ഇതൊരു ഒറ്റ വീഡിയോയിൽ ഇത് വന്നിട്ട് ഇത് ലെവലിൽ ഇവിടുന്ന് ട്രേഡ് എടുത്തോളൂ, അത് അങ്ങനെ അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന നോർമൽ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസോ ചാർട്ട് പാറ്റേൺസോ അല്ല, മാർക്കറ്റിൽ നടക്കുന്ന ബിഗ് പ്ലേയേഴ്സിന്റെ ആ ഒരു സെന്റിമെന്റ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. ഒരൊറ്റ വീഡിയോയിൽ 10 മിനിറ്റിൽ വന്ന് പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പല പാർട്ടായിട്ട് ചെയ്യാം എന്ന് പറയുന്നത് കേട്ടോ. കാരണം എനിക്കിപ്പോ പെട്ടെന്ന് എന്റെ എളുപ്പത്തിന് വന്നത് പറഞ്ഞു പോയാൽ ആർക്കും അത് കംപ്ലീറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ വീഡിയോയിലും ഞാൻ പുതിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് പറയും. അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ചോദിക്കും. വാട്സപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ആ താഴെ ഉണ്ടായിരിക്കും. അപ്പൊ ബിലോ കൊടുത്തിരിക്കും. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് വരുന്നത് ചോദിക്കുക കേട്ടോ. ഞാൻ കാണുകയാണെന്ന്, ഞാൻ ഒരുപാട് മെസ്സേജ് കാണാതെ വിട്ടുപോയിട്ടുണ്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ ഫ്രീ ഉള്ളപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം, നമ്മള് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റേൺസും ക്യാൻഡിൽസ്റ്റിക്കും അവസാനത്തേക്ക് മാറ്റി വെക്കുക. അത് റിസൾട്ടുകളാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റിസൾട്ടുകളാണ് അതെല്ലാം. റിസൾട്ടിനെ കുറിച്ചല്ല ആദ്യം പഠിക്കേണ്ടത്. അതായത് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്താൽ, അതായത് പാറ്റേൺസ് എന്ന് വെച്ചാൽ എന്താണ്, മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്താൽ മാർക്കറ്റിൽ ഇങ്ങനെ സംഭവിക്കും, ഇതല്ലേ പാറ്റേൺ. മാർക്കറ്റിൽ ഇവിടെ ഇങ്ങനെ മൂവ് ഉണ്ടായി, മാർക്കറ്റിൽ അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും. അതല്ലാതെ മാർക്കറ്റില്
ഇവിടെ ഇങ്ങനെ ഒരു മൂവ് ഉണ്ടായതിന്റെ പിന്നിലെ കാരണം എന്താണ്, അവിടെ എന്ത് കാര്യം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കാൻ ആദ്യം പഠിക്കുക. ഓക്കെ, നമുക്കിപ്പോ ഈ ലെവല് തലേ ദിവസം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ലൈവിൽ പോയിട്ട് ഒരു പ്രൈസ് ഇവിടെ വന്നിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ല, ബിഗ് പ്ലേയേഴ്സ് തമ്മില് എഗ്രിമെന്റിൽ എത്തുന്ന ഏരിയാസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതൊരു പാറ്റേൺ അല്ല, ഇതൊരു സോണാണ്. മാർക്കറ്റിലെ എല്ലാ സോണും നമ്മൾ എല്ലാ ദിവസവും സോൺ എടുക്കും ഇല്ല. ഇതിനകത്ത് വരുന്ന ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ നോക്കരുത്, ഇതിനകത്ത് വരുന്ന എന്തോ ആയിക്കോട്ടെ, ഇവിടെ ക്യാൻഡിൽ ഇല്ലെങ്കിൽ പോലും നമുക്കിത് മാർക്ക് ചെയ്യാം. ഇതൊരു ലയൺ ചാർട്ട് ആണെങ്കിൽ പോലും നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ലയൺ ചാർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പോണ ഒരു ലയൻ ആയിട്ട് നമുക്ക് ഡേറ്റ കിട്ടും മാർക്കറ്റിന്റെ. അതാണെങ്കിൽ പോലും അവസാനത്തെ അരമണിക്കൂർ മാർക്ക് ചെയ്യാം, ക്യാൻഡിൽ ഇവിടെ പ്രാധാന്യമില്ല. അപ്പൊ ഇത് മാർക്ക് ചെയ്ത് നമ്മൾ 0.2% ഓർ ബിലോ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സ് തമ്മിൽ എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. ആ എഗ്രിമെന്റിൽ എത്തുന്ന ഏരിയാസ് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഏരിയാസ് ആണ്. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ, ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ ഇത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഈ സെന്റിമെന്റ് റീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ 2 കാര്യം പഠിച്ചു. ലാസ്റ്റ് 30 മിനിറ്റ്സിൽ അത് മാർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്, 0.2% ഫസ്റ്റ്, 0.3 ആണെന്നുണ്ടെങ്കിലും നമുക്ക് സെക്കൻഡ് കാറ്റഗറിയിൽ പരിഗണിക്കാന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റിൽ നമ്മൾ ഇതിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരു വലിയ സീരീസ് ആയിരിക്കും, കാരണം പെട്ടെന്ന് വന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അത് ലെങ്ത്, മണിക്കൂറുകളോളം വീഡിയോ ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ പാർട്ടായിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് പേര് താല്പര്യം പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ഒരുപാട് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അല്ലാതെ കമന്റിൽ പറഞ്ഞാൽ മതി, പേഴ്സണൽ മെസ്സേജ് തന്നെ അയക്കണമെന്നില്ല. കമന്റിൽ താഴെ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. സൈലന്റ് ആയിട്ട് കേട്ടാൽ, അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഒരുപാട് പേര് സൈലന്റ് ആയിട്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. ലൈക്കോ കമന്റോ എന്താന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ എനിക്ക് റെസ്പോൺസ്, എനിക്ക് ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അവർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പറയുക കേട്ടോ. ഒരു 2 മിനിറ്റത്തെ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡത്തെ കാര്യമല്ലേ ഉള്ളൂ. നമുക്കൊരു എന്തെങ്കിലും കമന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഒരു 5-10 സെക്കൻഡത്തെ കാര്യമേ ഉള്ളൂ. അത് ചെയ്യുക. അപ്പൊ എനിക്ക് മനസ്സിലാവും. ഞാൻ ഉറപ്പായിട്ടും ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണതാണ്, ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇതിൽ ഇനി മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യും. തലേ ദിവസത്തെ ഇനി ക്ലോസിന്റെ മറ്റു ഒരുപാട് റിലേഷൻസ് ഉണ്ട്, സെന്റിമെന്റ് റീഡിംഗ് ഉണ്ട്, അതൊക്കെ ഇനി വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒരു ലെവൽ എടുക്കുക, ഇവിടെ ട്രേഡ് എടുക്കുക, അങ്ങനെയല്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, തീർച്ചയായിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ.